എന്നിലെന്നു വന്നു ചേരും ഞാൻ. Hallelujah, 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 hallelujah. കർത്താവേ, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. സൗഖ്യപിതാവേ, നന്ദിയോട് സ്തോത്രം. കരുണയുള്ള ദൈവമേ, നന്ദിയോട് സ്തോത്രം. മനസ്സലിവിന്റെ ദൈവമേ, നന്ദിയോട് സ്തോത്രം. Hallelujah, 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 hallelujah. കർത്താവേ, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം. Hallelujah, hallelujah, hallelujah. കർത്താവേ, നന്ദിയോട് സ്തോത്രം, 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 സ്തോത്രം. Hallelujah, 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 hallelujah. സൗഖ്യപിതാവേ, നന്ദിയോട് സ്തോത്രം. Hallelujah. കരുണയുള്ള ദൈവമേ, നന്ദിയോട് സ്തോത്രം. മനസ്സലിവിന്റെ ദൈവമേ, നന്ദിയോട് സ്തോത്രം. അത്ഭുതങ്ങളുടെ ദൈവമേ, നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി കാൽവറി യാഗമായി തന്ന സൗഖ്യപിതാവേ, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിച്ച്, ഞങ്ങളുടെ സകല അകൃത്യങ്ങളും നമ്മളോട് ക്ഷമിച്ച്, ഹല്ലേലൂയ, നിന്റെ മക്കളും അവകാശികളുമാക്കി തീർത്ത വൻകൃപയ്ക്ക് വേണ്ടി സ്തോത്രം. ദൂരസ്ഥരായിരുന്ന അടിയങ്ങളെ സമീപസ്ഥരാക്കി തീർത്ത വൻകൃപയ്ക്ക് വേണ്ടി സ്തോത്രം. കർത്താവേ, സ്തോത്രം. ഈ സന്ധ്യാസമയം ഞങ്ങൾ തിരുപാദപീഠത്തിലേക്ക് കടന്നു വരുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്കുള്ള കുറ്റങ്ങളെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധമായ രക്തത്താ ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ശുദ്ധീകരിച്ചാട് കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ, ഈ സന്ധ്യാസമയം നമുക്ക് പ്രയലാനായിട്ട് കടന്നു വരുവാൻ ദൈവം സഹായിച്ചല്ലോ. കടന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ സന്ധ്യാവന്ദനം അറിയിക്കുകയാണ്. ഈ സന്ധ്യാസമയം നമ്മൾ പ്രയലായിരിക്കുമ്പോൾ ദൈവഭയത്തോടുകൂടി നമുക്കായിരിക്കാം. ദൈവവചനത്തിൽ നിന്ന് നമ്മൾ കേൾക്കണം. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കണം. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. അതിനു മുമ്പ് കർത്താവിന്റെ ഒരു പാട്ടുപാടി ആ കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടി ബ്രദർ എബ്രഹാം ശ്രീ എബ്രഹാമിനെ ക്ഷണിക്കുന്നു. Now brother Abraham C. Abraham will sing a song and worship the Lord. Praise the Lord. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിലാഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലോ ഞങ്ങൾക്കായി മന്നിടത്തിൽ വന്നതും, നീചരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും, നീചരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. കാൽവറി മലമുകളേറി നീ ഞങ്ങൾക്കായി കാകരം ചേർന്നു തൂങ്ങി മരിച്ചു ഈരേകിയ, കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചു ഈരേകിയ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ.
അന്നു ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നോൻ, ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ലോകത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമാകിലും ലോകക്കാർ നിത്യം ദുഷിച്ചിടിലും പൊന്നേശുവേ, ലോകക്കാർ നിത്യം ദുഷിച്ചിടിലും പൊന്നേശുവേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പാരേനെ, നിന്നെ വിട്ടിട്ടാടി ഞങ്ങളെങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടാടി ഞങ്ങളെങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. താങ്ക് യു. ഗോഡ് ബ്ലെസ്. താങ്ക് യു. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ കർത്താവല്ലാതെ നമുക്ക് ആശ്രയിപ്പാൻ മറ്റാരുമില്ല. സ്തോത്രം. ലോകത്തിൽ എന്തെല്ലാം നഷ്ടമായാലും ദൈവമക്കളെ കർത്താവിന്റെ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമുക്കത് മതി. ഈ സന്ധ്യാസമയം നമുക്ക് പ്രാർത്ഥനയായിരിക്കാം. തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പാട്ടുപാടിയ കർത്താവിന്റെ ദാസനെ കുടുംബമായിട്ട് അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് നമ്മൾ ദൈവവചനം പഠിക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നു. കർത്താവിന്റെ ദാസനിൽ കൂടെ ഹല്ലേലൂയ ദൈവാത്മാവിൽ കർത്താവിന്റെ ദാസൻ നമ്മളോട് സംസാരിപ്പാൻ കർത്താവിന്റെ ദാസനെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സർജറി കൂടെ കടന്നുപോയ സിസ്റ്റർ സുമോൾ റിക്കവറിയിലായിരിക്കുന്നു. ഹല്ലേലൂയ പ്രിയ സഹോദരിയുടെ പൂർണ്ണ സൗഖ്യത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രിയ സഹോദരിയോ നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും അവിടെ നന്ദി അറിയിച്ചിട്ടുണ്ട്. തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഷീ നീഡ്സ് ടു ഗെറ്റ് എ സ്പീഡി റിക്കവറി. ഹല്ലേലൂയ നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. തുടർന്ന് നമ്മൾ ദൈവവചനത്തിന്റെ അടുക്കലായിരിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മളോട് സംസാരിപ്പാൻ നമ്മളെ ദൈവസനയിൽ താഴ്ത്തി സമർപ്പിച്ച് ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചാട്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. സ്നേഹവാനാര്യമേ സ്വർഗസ്ഥ പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ഈ സന്ധ്യാസമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അവിടുത്തെ പാദപീഠത്തിലായിരിപ്പാടിങ്ങൾക്ക് തന്ന നല്ല സഹവാസത്തിനായി സ്തോത്രം. യഹോവയെ അവിടുത്തെ സന്നിധി വിശ്വസ്തയോട് ഈ പാമ്പിനെ അടികൾക്ക് ക്രോധരണമേന്ന് പ്രാർത്ഥിക്കുന്നതാ. നന്ദിയോടെ സ്തോത്രം. സന്ധ്യാസമയത്ത് അടികൾക്ക് പ്രേരണയിലായിരിക്കാൻ തന്ന നല്ല സഹവാസത്തിനായി സ്തോത്രം. ഇന്നത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൈനിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവെ രക്തക്കോട്ടയ്ക്കുള്ളിൽ പൊതിയുന്ന കർത്താവെ ഹല്ലേലൂയ. ഏകാഗ്ര ഹൃദയത്തോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ അവിടുന്ന് ഓരോരുത്തർക്കും കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവിടുന്ന് സഹായിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവേ സ്തോത്രം. ഇത്രത്തോളം കൊണ്ടും ദൈവത്തിന് സ്തോത്രം. ഓരോ നിമിഷം നടത്തുന്ന വഴികൾക്കായി സ്തോത്രം കർത്താവേ സ്തോത്രം. കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പാട്ടെല്ലാം അനുഗ്രഹമാക്കി തീർത്ത ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നത് കർത്താവേ ഹല്ലേലൂയ. പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാ വിഷയത്തിന്മേലും കർത്താവിന്റെ കരം നീട്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. സുമോക്ക് കൊടുത്ത വിടുതലിനായി നന്ദിയോടെ സ്തോത്രം. പിന്നെയും കർത്താവെ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ കർത്താവെ. പാസ്റ്റർ തോമസ് ശാമുവേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ ദാസനോട് കൃപ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ശക്തിയുള്ള വചനമായി സൗഖ്യം കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഈ ലൈനിൽ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുവാൻ സമ്മതിക്കില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ വചനം ഘോഷിക്കുന്ന കർത്താവിന്റെ കർത്താവിന്റെ കരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് അടിങ്ങൾക്ക് വേണ്ടി നല്ല ആലോചന അവിടുന്ന് ഏൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏകാഗ്ര ഹൃദയത്തോടെ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിപ്പാൻ വചനം ശ്രവിപ്പാൻ അടിങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. കർത്താവിന്റെ ദാസനെ അതിനായി ഒരുക്കിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിലും ആത്മാവിലും ബലം കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.
ആമീൻ. സ്തോത്രം. നമ്മളെല്ലാവരും പ്രാർത്ഥനയായിരിക്കുമ്പോൾ ദൈവവചനം പഠിപ്പുവാൻ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ജോൺ വർഗീസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു. ഇന്ന് രാത്രിയിൽ ദൈവവചനം പഠിക്കുവാൻ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വേഗം വരുവാൻ പോകുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ചെയ്യുന്നു. സക്രിയ പ്രവചനം ഇത്രത്തോളം പഠിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകിയല്ലോ. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ നമുക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ലല്ലോ. പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഈ 11 അധ്യായങ്ങളോളം പഠിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണല്ലോ നമ്മെ സഹായിച്ചത്. തുടർമാനമായുള്ള അധ്യായങ്ങളും പഠിക്കുവാൻ അവിടുത്തെ ആത്മാവ് നമ്മളെ സഹായിച്ച് ബലപ്പെടുത്തുമാറാകട്ടെ. സക്രിയ പ്രവചനം 11 അധ്യായമാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ 11 അധ്യായത്തിന്റെ 15 മുതൽ 17 വരെയുള്ള വേദഭാഗങ്ങളാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത്. എന്നാൽ നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി 7-ാം വാക്യം മുതൽ 11 അധ്യായത്തിന്റെ 7-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെ വായിച്ച് ആരെങ്കിലും സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങനെ അറുപ്പാനുള്ള ആടുകളെ കൂട്ടത്തിൽ അരിഷ്ടതയേറിയവയെ തന്നെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ 2 കോൽ എടുത്ത് ഒന്നിന് ഇമ്പമെന്നും മറ്റേതിനെ ഒരുമയെന്നും പേരിട്ടു. അങ്ങനെ ഞാൻ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഞാൻ ഒരു മാസത്തിൽ 3 ഇടയന്മാരെ ഛേദിച്ചു കളഞ്ഞു. എനിക്ക് അവരോട് വെറുപ്പ് തോന്നി, അവർക്ക് എന്നോടും നീരസം തോന്നിയിരുന്നു. ഞാൻ നിങ്ങളെ മേയിക്കുന്നില്ല, മരിക്കുന്നത് മരിക്കട്ടെ, കാണാതെ പോകുന്നത് കാണാതെ പോകട്ടെ, ശേഷിച്ചിരിക്കുന്നവ ഒന്നിന്റെ മാംസം തിന്നുകളയട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അനന്തരം ഞാൻ ഇമ്പം എന്ന കോൽ എടുത്തു. ഞാൻ സകല ജാതികളോടും ചെയ്തിരിക്കുന്ന എന്റെ നിയമത്തെ മുറിക്കേണ്ടതിന് അതിനെ മുറിച്ചു കളഞ്ഞു. അത് ആ ദിവസത്തിൽ തന്നെ മുറിഞ്ഞുപോയി. അങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ അരിഷ്ടതയേറിയവ അത് ദൈവത്തിന്റെ അരുളപ്പാടെന്ന് ഗ്രഹിച്ചു. ഞാൻ അവരോട്, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എന്റെ കൂലി തരുവീൻ, ഇല്ലെന്ന് വരികിൽ തരേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എന്റെ കൂലിയായി 30 വെള്ളിക്കാശ് തൂക്കി തന്നു. എന്നാൽ യഹോവ എന്നോട്, അത് ഭണ്ഡാരത്തിൽ ഇട്ടുകളക, അവർ എന്നെ മതിച്ചിരിക്കുന്ന മനോഹരമായ ഒരു വില തന്നെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ ആ 30 വെള്ളിക്കാശ് വാങ്ങി യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ ഇട്ടുകളഞ്ഞു. അനന്തരം ഞാൻ യഹൂദയും ഇസ്രയേലും തമ്മിലുള്ള സഹോദരത്വം ഭിന്നിപ്പിക്കേണ്ടതിന് ഒരുമ എന്ന മറ്റേ കോൽ മുറിച്ചു കളഞ്ഞു. എന്നാൽ യഹോവ എന്നോട് കൽപ്പിച്ചത്, നീ ഇനി ഒരു തുമ്പുകെട്ട ഇടയന്റെ കോപ്പ് എടുത്തുകൊള്ളുക. ഞാൻ ദേശത്തിൽ ഒരു ഇടയനെ എഴുന്നേൽപ്പിക്കും. അവൻ കാണാതെ പോയവയെ നോക്കുകയോ ചിതറിപ്പോയവയെ അന്വേഷിക്കുകയോ മുറിവേറ്റവയെ പൊറുപ്പിക്കുകയോ ദീനമില്ലാത്തവയെ പോറ്റുകയോ ചെയ്യാതെ തടിച്ചവയുടെ മാംസം തിന്നുകയും കുളമ്പുകളെ കീറിക്കളയുകയും ചെയ്യും. ആട്ടിൻകൂട്ടത്തെ ഉപേക്ഷിച്ചു കളയുന്ന തുമ്പുകെട്ട ഇടയന് അയ്യോ കഷ്ടം. അവന്റെ ഭുജത്തിനും വലങ്കണ്ണിനും വരൾച്ച. അവന്റെ ഭുജം അശേഷം വരണ്ടും വലങ്കണ്ണ് അശേഷം ഇരുണ്ടും പോകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിനാൽ സ്തോത്രം. അവിടുത്തെ പരിശുദ്ധ ആത്മാവ് ഞങ്ങളിൽ വസിച്ച് അവിടുത്തെ അരുളപ്പാടുകൾ പഠിക്കുവാൻ വീണ്ടും കൃപ നൽകണമേ. അവിടുത്തെ വചനത്തിന്റെ ആഴങ്ങൾ പഠിക്കുവാനുള്ള ബുദ്ധി, ഹൃദയ ഒരുക്കം ഇവ ഞങ്ങൾക്ക് തന്നെ തിരുമഹത്വം എടുക്കണമേ. ഇന്ന് രാത്രിയിൽ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ പോകുന്നതിനാൽ സ്തോത്രം. യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. സക്രിയ പ്രവചനത്തിന്റെ 11 അധ്യായം ഇരുണ്ട അധ്യായം എന്ന് വേദവിദ്യാർത്ഥികൾ വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ട് എന്ന് നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണമിടയായി തീർന്നു. ഒന്നാമതായി, യഹോവയായ ദൈവം തന്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുവാൻ കൽപ്പിച്ചാക്കിയ രാജാക്കന്മാർ, പ്രവാചകന്മാർ, പുരോഹിതന്മാർ
മത നേതാക്കന്മാർ ഇവർ ദൈവത്തെ ഉപേക്ഷിച്ച് ലോകത്തിന്റെ പാപങ്ങളിൽ പൈശാചികമായ അവസ്ഥകളിൽ താണെ എല്ലാ അധമത്വവും ചെയ്ത് ആട്ടുംകൂട്ടത്തെ ഉപേക്ഷിച്ച് ദോഷമായ വഴികളിൽ ജീവിച്ച് ദൈവത്തിന്റെ ശാപവും ശിക്ഷയും രാജ്യത്തേക്ക് കൊണ്ടുവന്നതിനാൽ ഇതൊരു ഇരുണ്ട അധ്യായമായി. രണ്ടാമതായി, അവരുടെ ദോഷകരമായ ജീവിതത്താൽ സ്വന്തത്തിലേക്ക് കടന്നു വന്ന രക്ഷകനായ കർത്താവിനെ ആരെന്നെ മനസ്സിലാക്കുവാൻ അവരുടെ ഹൃദയത്തിന്റെ കണ്ണ് കുരുടായി തീർന്നു. അതുകൊണ്ട് കർത്താവും രാജാതി രാജാവും യഹൂദന്മാരുടെ വാഗ്ദത്ത മശികയുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശു രക്ഷകനെ ഒരു ദാസന്റെ ഒരു അടിമയുടെ വിലയാകുന്ന 30 വെള്ളിക്കാശിന് വിറ്റു. അതുകൊണ്ട് ഇത് ഒരു വലിയ ഇരുണ്ട അധ്യായമായി മാറി. അന്ധകാരം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ ക്രൂശിക്കപ്പെട്ടതായ സന്ദർഭത്തിൽ 6 മണി മുതൽ 9 മണി നേരം വരെ ഭൂമിയിൽ വലിയ ഇരുട്ടുണ്ടായി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ലോകത്തിന്റെ വെളിച്ചമാകുന്ന യേശു രക്ഷകനെ യഹൂദന്മാർ ഒരു അടിമയുടെ വിലയാകുന്ന 30 വെള്ളിക്കാശിനെ വിറ്റ് കാൽവറിയിൽ പരമയാഗമാക്കി തീർത്തതുകൊണ്ട് ലോകത്തിന്റെ വെളിച്ചത്തെ അവർ കൊന്നതുകൊണ്ട് ലോകം ഇരുളിൽ അടഞ്ഞതാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളിൽ ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതം ഇരുളടഞ്ഞതായിരിക്കും എന്ന ഈ സത്യം നമ്മെ വിളിച്ചറിയിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പിൻപറ്റിക്കൊണ്ട് ജീവനും സത്യവും വെളിച്ചവുമാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ട് മുമ്പോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. മൂന്നാമതായി, ദൈവം കൽപ്പിച്ചാക്കിയ ഇടയന്മാർ ദോഷവഴികളിൽ ജീവിച്ച് പാപം ചെയ്തു. രണ്ടാമതായി, കർത്താവായ യേശു ക്രിസ്തുവിനെ, നല്ല ഇടയനായ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹല്ലേലൂയ സ്തോത്രം, അവർ 30 വെള്ളിക്കാശിനെ വിറ്റ് ഉപേക്ഷിച്ചു. മൂന്നാമതായി, തുമ്പുകെട്ട ഇടയനാകുന്ന യേശു ക്രിസ്തുവുമായി യഹൂദന്മാർ ഉണ്ടാക്കുവാൻ പോകുന്ന നിയമത്തെ 15-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇനി ഞാൻ 15-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെ വായിക്കാം. അങ്ങനെയാണ് ഈ 11-ാം അധ്യായം ഒരു വലിയ ഇരുണ്ട അധ്യായമായി മാറുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നത്. പിന്മാറ്റം, അധമത്വം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പെട്ടെന്ന് അങ്ങനെ ഓടി വരികയല്ല, ക്രമേണ പിന്മാറ്റത്തിലേക്ക് വീഴുകയാണ്. ആദ്യമായി ദൈവത്തെ ഉപേക്ഷിക്കുന്നു, ദൈവത്തിന്റെ ന്യായപ്രമാണങ്ങൾ ലംഘിക്കുന്നു, ദൈവം കൽപ്പിച്ചാക്കിയ ശുശ്രൂഷകൾ ചെയ്യാതിരിക്കുന്നു. ഇങ്ങനെ പാപത്തിൽ ജീവിച്ച ഒരവസ്ഥ അവരുടെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ടാണ് രണ്ടാം ഘട്ടമാകുന്ന കർത്താവ്, ജീവന്റെ ദാതാവാകുന്ന കർത്താവിനെ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ 30 വെള്ളിക്കാശിനെ വിൽക്കുന്നത്. അതിന്റെ മൂന്നാമത്തെ ഏറ്റവും അന്ധകാരമായ ഘട്ടമാണ് ജീവന്റെ രക്ഷകനായ യേശുവിനെ വിൽക്കുകയല്ല, അന്ധകാരത്തിന്റെ അധിപതിയായ സാത്താനുമായി ഉടമ്പടി ചെയ്യുകയാണ്. ഇങ്ങനെ 3 ഘട്ടമായി ഏത് വിശ്വാസിയെ നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ട് വിശുദ്ധ ജീവിതം ചെയ്യാതെ ഈ ലോകത്തിന്റെ പാപ വഴിയിൽ ജീവിക്കുന്ന വ്യക്തി പിന്നീട് യേശുവിനെ ഉപേക്ഷിക്കുകയും പഴയ പാമ്പായ സാത്താനുമായുള്ള ബന്ധത്തിൽ നാശകൂപത്തിലേക്ക്, അന്ധകാരത്തിലേക്ക്, നിത്യ നരകത്തിലേക്ക് വീണുപോകുകയും ചെയ്യുമെന്ന് ഈ സത്യം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ പ്രവാസ ജീവിതം ഭയത്തോടും വിറയലോടും കൂടെ ആയിരിക്കാൻ ഈ വേദവാക്യങ്ങൾ നമുക്ക് ബുദ്ധി ഉപദേശം നൽകുന്നുവല്ലോ. ഇനിയും ഇതിന്റെ 15-ാം വാക്യം മുതൽ ഞാൻ വായിക്കട്ടെ. എന്നാൽ യഹോവ എന്നോട് കൽപ്പിച്ചത്,
നീ ഇനി ഒരു തുമ്പുകെട്ട ഇടയന്റെ കോപ്പ എടുത്തുകൊള്ളുക. തുമ്പുകെട്ട ഇടയൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് എതിർ ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ്. ഞാൻ ദേശത്തിൽ ഒരു ഇടയനെ എഴുന്നേൽപ്പിക്കും. അവൻ കാണാതെ പോയവയെ നോക്കുകയോ ചിതറിപ്പോയവയെ അന്വേഷിക്കുകയോ മുറിവേറ്റവയെ പൊറുപ്പിക്കുകയോ ദീനമല്ലാത്തവയെ പോറ്റുകയോ ചെയ്യാതെ തടിച്ചവയുടെ മാംസം തിന്നുകയും കുളമ്പുകളെ കീറിക്കളയുകയും ചെയ്യും. ഇതാണ് എതിർ ക്രിസ്തുവിൻ്റെതായിട്ടുള്ളതായ പ്രവർത്തന രീതി. പരിശുദ്ധ ആത്മാവെ ആത്മാവിൽ കണ്ടോ ദൈവമക്കൾക്ക് വെളിപ്പെടുത്തി തരുന്നത്. അത് മുഖാന്തരം എതിർ ക്രിസ്തുവിന് ഉണ്ടാകുവാൻ പോകുന്ന വലിയ ന്യായവിധിയാണ് 17-ാം വാക്യത്തിൽ കാണുന്നത്. ആട്ടുംകൂട്ടത്തെ ഉപേക്ഷിച്ച് കളയുന്ന തുമ്പുകെട്ട ഇടയൻ അയ്യോ കഷ്ടം. അവന്റെ ഭുജത്തിനും വലം കണ്ണിനും വരൾച്ച, അവന്റെ ഭുജം അശേഷം വരണ്ടും വലം കണ്ണ് അശേഷം ഇരുണ്ടും പോകട്ടെ. ഇതാണ് നമുക്ക് 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് നമ്മുടെ യേശു രക്ഷകനെ 30 വെള്ളിക്കാശിന് വിറ്റതായ യഹൂദന്മാരുടെ അധമമായ അവസ്ഥ, പാപപങ്കുലമായ ജീവിതമാണ് ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഇന്ന് രാത്രിയിൽ എന്തുകൊണ്ടാണ് യഹൂദന്മാർ എതിർ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ തക്കവണ്ണം കാരണമായി തീരുന്നത് എന്നുള്ളത് നാം ചിന്തിക്കണം. അത് ചിന്തിക്കുന്നതിന് മുമ്പേ ഈ 16-ാം വാക്യത്തിൽ നിങ്ങളിൽ ദൈവത്തിന്റെ വചനം കയ്യിലുണ്ട് എങ്കിൽ സെക്കറിയാ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 6 ദുഷ്ടപ്രവർത്തികൾ എതിർ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ഞാൻ ദേശത്തിൽ ഒരിടയനെ എഴുന്നേൽപ്പിക്കും. അത് എതിർ ക്രിസ്തുവാണ്, അഥവാ തുമ്പുകെട്ട ഇടയനാണ്. 1, അവന്റെ ദുഷ്ടപ്രവർത്തികൾ, അവൻ കാണാതെ പോയവയെ നോക്കുകയില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് എന്താണ്? കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ഹല്ലേലൂയ. കാട്ടത്തിമേൽ നിന്നതായ സക്കായിയുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലാണ് ദ സൺ ഓഫ് മാൻ കെയിം ടു സീക്ക് ആൻഡ് സേവ് ദ ലോസ്റ്റ്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനാണ് മനുഷ്യപുത്രൻ വന്നത് എന്ന് കാണുവാൻ സാധിക്കുന്നത്. ഒരിടയന്റെ ജോലിയാണ് ആട്ടുംകൂട്ടത്തിൽ 1 കാണാതെ പോകുകയാണെങ്കിൽ 99-നെയും ഇട്ടേച്ച് കാണാതെ പോയതിനെ അന്വേഷിച്ച് കൊണ്ടുവരിക. പോയത് പോട്ടെ എന്നുള്ളതല്ല, എവിടെ പോയി, ഏത് വീഴ്ചയിൽ അകപ്പെട്ടു, ശത്രുവിന്റെ കയ്യിൽ പിടിക്കപ്പെട്ടോ, ഇതേ ചിന്തിച്ചിട്ട് ഹല്ലേലൂയ ദാവീദിനെ പോലെ ഹല്ലേലൂയ ശത്രുവാകുന്ന സിംഹത്തിനെതിരെ കടന്നു എന്ന് തന്റെ ആട്ടിൻകുട്ടിയെ രക്ഷിക്കുന്നതാണ് ഒരു നല്ല ഇടയന്റെ ജോലി. ദൈവമക്കളാകുന്ന നാം ഇടയന്മാരാകുന്ന കർത്താവിന്റെ ശുശ്രൂഷകന്മാർ പ്രത്യേകം ആട്ടിൻകൂട്ടത്തിനു വേണ്ടി ഇടിവ് നിൽക്കുകയും പാപത്തിൽ വീഴാതെ, വീഴ്ചയിൽ വീഴാതെ ആട്ടിൻകൂട്ടത്തെ കാത്തു പരിപാലിക്കേണ്ട ജോലിയും ഇവിടെയുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠമേറിയ ശുശ്രൂഷയ്ക്ക് ഏറ്റവും എതിരായിട്ടുള്ള ഒരു ദുഷ്ടപ്രവർത്തനമാണ് എതിർ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഈ 16-ാം വാക്യത്തിൽ കാണുന്നത്. കാണാതെ പോയതിനെ അവൻ നോക്കുകയില്ല. He don't care about the lost sheep. രണ്ടാമതായി ചിതറിപ്പോയവയെ അന്വേഷിക്കുകയില്ല. എന്താണ് കാണാതെ പോയതും ചിതറിപ്പോയതുമായിട്ടുള്ള വ്യത്യാസം? പഴയ നിയമ ടെർമിനോളജിയാണ് ചിതറിപ്പോക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഭയഭീകുലരായിരിക്കുന്നതായ പടയാളികൾ പോരാട്ടത്തിൽ ചെല്ലുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ശത്രു പെട്ടെന്ന് ആക്രമിക്കുന്നതായ സന്ദർഭത്തിൽ ഹല്ലേലൂയ സ്തോത്രം, പടയാളികൾ പേടിച്ച് ചിതറിപ്പോകുന്നു. അതാണ് ചിതറിപ്പോക്ക് എന്ന് പറയുന്നത്. കാണാതെ പോക എന്ന് പറയുന്നത് ആട്ടിൻകൂട്ടത്തിൽ നിന്ന് 1 എങ്ങനെയോ മിസ് ചെയ്തു പോയി എന്നുള്ളതാണ്. ഒന്നിൽ കുഴിയിൽ വീണു, അല്ലെങ്കിൽ ശത്രുവിന്റെ കയ്യിൽ അകപ്പെട്ടു, ഇങ്ങനെയുള്ളതായ കാരണമാണ്. എന്നാൽ ചിതറിപ്പോക്ക് എന്ന് പറയുന്നത് ഒന്നിനപ്പുറമാണ്.
ആളുകളെ ആട് മുഴുവനും ചിതറിപ്പോകുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകും. ആളുകളെ കർത്താവിന്റെ അപ്പോസ്തലന്മാരെല്ലാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പിടിച്ച സന്ദർഭത്തിൽ ചിതറിപ്പോയത് കാണുവാൻ സാധിക്കുന്നു. ഭയം അവരിൽ ഉണ്ടായി. ആളുകളെ അവരും പിടിക്കപ്പെടുമെന്നുള്ള ചിന്തയാൽ ചിതറിപ്പോകുന്നു. ചിതറിപ്പോകുന്നത് കൂടുതലും ഭയം കൊണ്ടാണ്. ആളുകളെ ഭീരുത്വമായ അവസ്ഥയിലേക്ക് ആടുകൾ എന്ന് പറയുന്നത്, ഈ ആടുകൾ എന്ന മൃഗത്തിനെ ഭയം, ആളുകളെ ഒരു ഇടയനെ കൂടാതെ, ഒരു സഹായം കൂടാതെ ജീവിക്കുവാൻ സാധ്യമല്ല. ഒന്നാമതായി കാണാതെ പോയ ആട്, രണ്ടാമതായി ഭയത്തിൽ കഴിയുന്നവർ. ഈ ലോകത്തിൽ ആളുകളിയ ഏത് ചർച്ചിലും ഏത് അവസ്ഥയിലും നോക്കുകയാൽ വിവിധ ഭയത്തിൽ, ഭീതിയിൽ കഴിയുന്നവരുണ്ട്. അവരെ ഭയത്തിൽ നിന്ന് വിടുവിച്ച് അവരെ വീണ്ടും നട്ടലോടുകൂടെ ബലപ്പെടുത്തി ക്രിസ്തുയേശുവിൽ ഉറപ്പിക്കുക എന്നുള്ളത് ഒരു ശുശ്രൂഷകന്റെ ജോലിയാണ്. ചിതറിപ്പോയവയെ അന്വേഷിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ ഓരോ അപ്പോസ്തലന്മാരുടെ അടുക്കലേക്കും കടന്നു വരികയും അവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കുകയും ചെയ്തു. സ്വർഗത്തിലെ ദൈവം എപ്പോഴും നമുക്ക് നൽകുന്ന ദൂതാണ്, ഭയപ്പെടരുതേ, ഭയപ്പെടരുതേ. 365 പ്രാവശ്യമാണ് ഭയപ്പെടരുതേ എന്നുള്ള ദൂത് അല്ലെ തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ദുഷ്ടൻ നമ്മെ ഭീതിയിട്ടുകൊണ്ട് ഹല്ലേലൂയ ഭയഭീകരരായി നമ്മെ നശിപ്പിക്കുവാൻ ശ്രമിക്കും. ഹല്ലേലൂയ എത്രയോ നല്ല വ്യക്തികളാണ് സൈക്കാട്രിക്കായി മാറുന്നത്, ഭയം കൊണ്ട് മാറിപ്പോകുന്നത്. പെട്ടെന്ന് ഭയമുണ്ടായി ഹല്ലേലൂയ സൈക്കായി മാറിപ്പോകുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഭീതിയിട്ട് നമ്മുടെ വിശ്വാസത്തെ തകർത്ത്, നമ്മുടെ ബുദ്ധിയെ തകർത്ത്, നമ്മുടെ കുടുംബ ജീവിതത്തെ തകർത്ത്, നമ്മുടെ പൊട്ടൻഷ്യാലിറ്റിയെ തകർത്ത് ഹല്ലേലൂയ സ്തോത്രം ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തിയെ ഹല്ലേലൂയ സ്തോത്രം നേരിടുവാനുള്ള ആത്മബലം ഇന്ന് രാത്രി നാം പ്രാപിക്കണം. നമ്മുടെ രക്ഷകനായ യേശു രക്ഷകൻ തകർക്കുന്ന രാജരാജനായി നമ്മോടുകൂടെ ഉള്ളതിനാൽ ഹല്ലേലൂയ നമ്മുടെ ഇഹലോക ജീവിതത്തിൽ ദുഷ്ടൻ കൊണ്ടുവരുന്ന ഭയത്തിൽ, അത് രോഗങ്ങളാണെങ്കിലും വിവിധമായ പ്രശ്നങ്ങളാണെങ്കിലും നാം ഭയപ്പെടരുതേ. ഹല്ലേലൂയ സ്തോത്രം. ഭയം ലേശം വേണ്ടിനിയും എന്നുള്ള പാട്ട് നാം പാടി കർത്താവിൽ സന്തോഷിക്കുന്നത് പോലെ ഹല്ലേലൂയ ദുഷ്ടൻ ഹല്ലേലൂയ ഭീതി നമ്മളിൽ ഇടുമ്പോൾ ധൈര്യമായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓർപ്പിക്കുകയാണ്. അതിൽ ഒരിടയന്റെ ജോലിയാണ് ആടുകൾ ഭയഭീകരരായിരിക്കുന്നതായ സന്ദർഭത്തിൽ അവരെ ധൈര്യപ്പെടുത്തി അതിന് ചുറ്റും നിന്ന് ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങളോടുകൂടെയുണ്ട് എന്നൊക്കെയുള്ള ബുദ്ധി ഉപദേശം കൊടുത്ത് അവരെ ബലപ്പെടുത്തുക എന്നുള്ളത്. മൂന്നാമതായി ഹല്ലേലൂയ ദുഷ്ടനായ സാത്താൻ ചെയ്യുന്ന, എതിർ ക്രിസ്തു ചെയ്യുന്നത് മുറിവേറ്റവയെ പൊറിപ്പിക്കുകയില്ല. ഹല്ലേലൂയ സ്തോത്രം. ഇതാണ് മൂന്നാമത്തെ കാര്യം. ഹല്ലേലൂയ മുറിവേൽക്കുക എന്ന് പറയുന്നത് വന്യമൃഗങ്ങളാലാണ് ആടുകൾക്ക് മുറിവേൽക്കുന്നത്. ഇടയന്മാരുടെ കയ്യിൽ വിവിധ മരുന്നുകളുണ്ട്. ഗിലെയാദിലെ കുഴമ്പ് അവരുടെ കയ്യിൽ എപ്പോഴും ഉണ്ട്. ഹല്ലേലൂയ അവരുടെ ആടുകൾ മുറിവേൽക്കുന്ന സന്ദർഭത്തിൽ അവയെ കുഴമ്പ് പുരട്ടി ഹല്ലേലൂയ എതിർ കർത്താവെ സൗഖ്യമാക്കുന്നു. എന്നാൽ എതിർ ക്രിസ്തു മുറിവേറ്റവയെ ഹല്ലേലൂയ ഒന്നുകൂടെ മുറിവേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ മുറിവിൽ, കഷ്ടപ്പാടിൽ, മാനസികമായ പ്രയാസത്തിൽ, ഹൃദയനുറുക്കത്തിൽ ഇരിക്കുന്ന വ്യക്തികളോട് സഹതാപം തോന്നുന്നവരായിരിക്കണം. അവരെ വീണ്ടും മുറിപ്പെടുത്തുകയല്ല, അവരെ വീർണപ്പെടുത്തുന്ന വാക്കുകൾ പറയുകയല്ല, പ്രത്യേക അവരിൽ പ്രത്യാശ ഉളവാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുന്നതായ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ചെയ്തത്. അവൻ മുറിവുകളെ കെട്ടുന്നു. അവിടുത്തെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യമുണ്ട്. ഹല്ലേലൂയ ഗിലെയാദിലെ കുഴമ്പ് ഹല്ലേലൂയ പരിശുദ്ധ ആത്മാവിനാൽ വചനമെന്ന ഹല്ലേലൂയ സ്തോത്രം ഔഷധത്താൽ നമ്മുടെ മുറിവുകൾ കെട്ടപ്പെടട്ടെ. ഹല്ലേലൂയ സ്തോത്രം. നാലാമതായി ദീനമില്ലാത്തവയെ ഹല്ലേലൂയ പോറ്റുകയില്ല. ഇതാണ് ഹല്ലേലൂയ ഒരിടയന്റെ മറ്റൊരു ജോലി. ഹല്ലേലൂയ വെൽ ബീയിങ് ആയിട്ട് ജീവിക്കുന്നതായ, ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുന്നതായ ആട്ടിൻകൂട്ടത്തെ പോറ്റാതിരുന്നാൽ
അവരുടെ പുഷ്ടി നഷ്ടപ്പെടുകയും അവരും നശിച്ചു പോകുകയും ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാണാതെ പോയതിനെ രക്ഷിക്കുന്ന ഒരിടയൻ, ഹല്ലേലൂയ സ്തോത്രം, ചിതറിപ്പോയതിന് ധൈര്യം കൊടുക്കുന്ന ഒരിടയൻ, മുറിവേറ്റതിനെ ഹല്ലേലൂയ സ്തോത്രം ഔഷധം വെച്ച് സൗഖ്യമാക്കുന്ന ഒരിടയൻ, നാലാമതായി ഹല്ലേലൂയ സ്തോത്രം അല്പം ബലമുള്ളതായ ആട്ടിൻകൂട്ടത്തിലെ വീണ്ടും ബലത്തോടെ നിൽക്കേണ്ടതിന് വചനം എന്ന ഹല്ലേലൂയ സ്തോത്രം ആഹാരം കൊടുത്ത് പരിശുദ്ധാത്മാവാകുന്ന ജീവജല നദിയിൽ നിന്ന് കുടിപ്പിച്ച് ബലപ്പെടുത്തുന്ന ഇടയൻ. ഇതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ചെയ്തത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നല്ല ഇടയനായി ഹല്ലേലൂയ സ്തോത്രം പോറ്റി പുലർത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾക്ക് ഹല്ലേലൂയ സ്തോത്രം 600,000 ജനത്തിന് 40 വർഷം മന്ന കൊടുത്ത നമ്മുടെ കർത്താവേ, ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ നമ്മുടെ കർത്താവ് പോറ്റി പുലർത്തുന്നവനാണ്. ഹല്ലേലൂയ. ഇടയന്മാർ പോറ്റി പുലർത്തുന്നവരായിരിക്കണം. എതിർ ക്രിസ്തു പോറ്റി പുലർത്തുന്നവനല്ല. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം പട്ടിണിയിട്ട് കൊല്ലുന്നവനാണ് എന്നാണ് ഈ 16-ാം വാക്യത്തിൽ കാണുന്നത്. പിന്നെ തടിച്ചവയുടെ മാംസം തിന്നുന്നു. ഹല്ലേലൂയ സ്തോത്രം. അത് ഒരു ഇടയൻ വളരെ സൂക്ഷിക്കേണ്ടതാണ്. തടിച്ചവ എന്ന് പറയുന്നത് ഭൗമികമായി കൊഴുത്തവർ, ഭൗമികമായ കൊഴുത്തവരുടെ പിന്നാലെ പോയി അവരുടെ പണം അപഹരിക്കുക എന്നുള്ളതല്ല ഒരിടയന്റെ ജോലി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ കൊഴുത്തിരുണ്ട ആടുകൾ മാംസപുഷ്ടി ഉള്ളപ്പോൾ ഹല്ലേലൂയ ദുഷ്ടന്മാരായ ഇടയന്മാർ അവയുടെ കഴുത്തറുത്ത് അവയുടെ മാംസം തിന്ന് അവർ തന്നെ പുഷ്ടിപ്പെടുന്നു. യാക്കോബ് പറയുന്നുണ്ട്, ഞാൻ പട്ടിണി കിടന്നിട്ടും ലാബാനെ നിന്റെ ആടുകളെ ഹല്ലേലൂയ സ്തോത്രം ഞാൻ ഭക്ഷിച്ചിട്ടില്ല. ഹല്ലേലൂയ സ്തോത്രം. ആടുകളെ ഭക്ഷിക്കുക എന്നുള്ളതല്ല ഒരിടയന്റെ ജോലി. ആടുകളെ പോറ്റി പുലർത്തുക എന്നുള്ളതാണ് ഒരിടയന്റെ ജോലി. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ തടിച്ചവയുടെ മാംസം തിന്നുന്നതായ ദുഷ്ട ഇടയൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് ഹല്ലേലൂയ സ്തോത്രം 6-ാമതായി കുളമ്പുകളെ കീറിക്കളയുന്ന ഹല്ലേലൂയ സ്തോത്രം ദുഷ്ട ഇടയനാകുന്ന എതിർ ക്രിസ്തു. കുളമ്പുകൾ, കീറപ്പെട്ട കുളമ്പുകൾ എന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം വിഭജിക്കപ്പെട്ട കുളമ്പുകൾ വിശുദ്ധിയെ കാണിക്കുന്നതാണ്. ഹല്ലേലൂയ സ്തോത്രം. അതിനെ കീറിക്കളക എന്ന് പറയുന്നത് ആട്ടിൻകൂട്ടം വിശുദ്ധിയോടുകൂടെ ജീവിക്കുന്ന ആട്ടിൻകൂട്ടത്തെ പാപം ചെയ്യിപ്പിക്കുവാൻ തക്കവണ്ണം ഉത്തേജിപ്പിച്ച് പാപത്തിലേക്ക് വീഴ്ത്തിക്കളയുന്നതായ അവസ്ഥ. ഹല്ലേലൂയ സ്തോത്രം. ഒരു ദൈവഭക്തന്റെ ജോലി പാപത്തിൽ നിന്ന് ജനത്തെ വിടുവിച്ച് വിശുദ്ധിയിൽ ജീവിപ്പിക്കുക എന്നുള്ളതാണ്, പാപത്തിലേക്ക് വീഴ്ത്തുക എന്നുള്ളതല്ല. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇങ്ങനെ 6 വിധമായ പാപങ്ങൾ എതിർ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എതിർ ക്രിസ്തുവിനെ ഇവിടെ തുമ്പുകെട്ട ഇടയൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ദൈവവചനത്തിൽ ഹല്ലേലൂയ സ്തോത്രം അന്തിക്രിസ്തു എന്ന് ഹല്ലേലൂയ സ്തോത്രം യോഹന്നാന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അത് ശരിയായ ഭാഷാന്തരമല്ല. ആന്റൈ ക്രൈസ്റ്റ് എന്നുള്ളതിന്റെ ഭാഷാന്തരം അന്തിക്രിസ്തു എന്നല്ല. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ആന്റൈ ക്രൈസ്റ്റ് എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. എതിർ ക്രിസ്തു എന്നുള്ളതാണ് ക്രിസ്തുവിന് എതിരായിട്ടുള്ളവൻ. അന്തിക്രിസ്തു എന്ന് പറയുന്നതിനേക്കാൾ എതിർ ക്രിസ്തു, ക്രിസ്തുവിന് എതിരായി നിൽക്കുന്നവൻ എന്നുള്ളതാണ് ശരിയായ ഭാഷാന്തരം. അതുകൊണ്ടാണ് ഞാൻ പഠിപ്പിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ഒക്കെ അന്തിക്രിസ്തു എന്നുള്ള പദം ഉപയോഗിക്കാതെ ഹല്ലേലൂയ കഴിവതും എതിർ ക്രിസ്തു എന്ന് പറയുവാൻ തക്കവണ്ണം കാരണമായിരിക്കുന്നത്. അങ്ങനെയുള്ള ടെർമിനോളജി നാം പറയുന്നത് നല്ലതായിരിക്കും. ഇനി ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒത്തിരി നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഈ ഇരമ്യാ പ്രവാചകൻ തന്റെ ഇരമ്യാ പ്രവചനത്തിൽ ഇപ്രകാരം പറയുന്നു. ഹല്ലേലൂയ. എന്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. ജീവന്റെ ഉറവയാകുന്ന എന്നെ ഉപേക്ഷിച്ചു. പകരം ഹല്ലേലൂയ വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ അവർ കുഴിച്ചിരിക്കുന്നു. അതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ജീവന്റെ ഉറവയാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരു ദാസവിലയാകുന്ന, ഒരു അടിമ വിലയാകുന്ന 30 വെള്ളിക്കാശിനെ വിൽക്കുകയും
പകരം ഹല്ലേലൂയ സ്തോത്രം വെള്ളമില്ലാത്ത പൊട്ടക്കിണറാകുന്ന പാപത്തിന്റെ അധമത്വത്തെ വെളിപ്പെടുത്തുന്ന യേശുക്രിസ്തുവുമായി യഹൂദന്മാർ ഇനിയും ഒരു ഉടമ്പടി ചെയ്യും. 15 മുതൽ 17 വരെയുള്ള വേദഭാഗങ്ങൾ ഇനിയും നിറവേറുവാനിരിക്കുന്നതാണ്. ഇന്നലെ നാം ചിന്തിച്ച യേശുക്രിസ്തുവിനെ 30 വെള്ളിക്കാശിനെ വിറ്റ് കളഞ്ഞത് നിറവേറിയ പ്രവചനമാണ്. അതിനു മുമ്പുള്ളത് ഹല്ലേലൂയ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന സന്ദർഭത്തിൽ യഹൂദന്മാരുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതാണ്. ഇനിയും 15 മുതൽ 17 വരെയുള്ള വേദവാക്യങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തിരുസഭയാകുന്ന നമ്മെ ഹല്ലേലൂയ സ്തോത്രം സ്വർഗത്തിലേക്ക് എടുത്തതിന് ശേഷം സഭയുടെ ഉൽപ്രാപണത്തിന് ശേഷം എതിർക്രിസ്തു വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു. എതിർക്രിസ്തുവിനെ പറ്റി യേശു രക്ഷകൻ, പഴയ നിയമ പ്രവാചകന്മാർ, പുതിയ നിയമ അപ്പോസ്തലന്മാരൊക്കെയും ഹല്ലേലൂയ സ്തോത്രം എതിർക്രിസ്തുവിന്റെ ആഗമനം എങ്ങനെയായിരിക്കും, അവൻ എങ്ങനെയുള്ള ഒരു ദുഷ്ട വ്യക്തിയായിരിക്കും, അവന്റെ സ്വഭാവം എന്തായിരിക്കും, അവന്റെ പ്രവർത്തന രീതി എന്തായിരിക്കും, അവന്റെ അന്ത്യ ന്യായവിധി എന്തായിരിക്കും എന്നൊക്കെയും വളരെ ശ്രദ്ധേയമായി ഹല്ലേലൂയ വിവരിച്ച് പറയുന്നുണ്ട്. പലരും പറയുന്നത് എതിർക്രിസ്തുവിനെ പറ്റി നാം പഠിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അങ്ങനെയല്ല. ഹല്ലേലൂയ സ്തോത്രം. എതിർക്രിസ്തുവിനെ പറ്റി നാം പഠിക്കുന്നത് ആ ദുഷ്ടന്റെ പ്രവർത്തനങ്ങളെ നാം കണ്ട് സൂക്ഷിച്ച് ഒഴിയേണ്ടതിനാണ്. പാപം എന്താകുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴും പാപത്തിൻ്റെതായിട്ടുള്ള ന്യായവിധി എന്താകുന്നു എന്ന് ഗ്രഹിക്കുമ്പോഴുമാണ് അതിൽ നിന്നും ഒഴിഞ്ഞിരിപ്പാൻ ഒരു ദൈവ പൈതലിന് ഇടയായി തീരുന്നത് പോലെ എതിർക്രിസ്തു എത്ര ദുഷ്ടനാകുന്നുവെന്നും അവൻ എന്ത് ദുഷ്ടതയാണ് ചെയ്യുവാൻ പോകുന്നത് എന്നും അവന്റെ പ്രവർത്തനാരീതി എന്താകുന്നുവെന്നും മനസ്സിലാകുമ്പോൾ, അങ്ങനെയുള്ള പ്രവർത്തനം കാണുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ ദൈവമക്കളാകുന്ന നമുക്ക് ഇടയായി തീരും. ഹല്ലേലൂയ സ്തോത്രം. എതിർക്രിസ്തു ഞാൻ ഓർപ്പിച്ചുവല്ലോ, ഈ ലോകത്തിൽ ഭരണം നടത്തുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിലായിരിക്കും. തുമ്പുകെട്ട ഇടയന്റെ കയ്യിൽ കർത്താവ് ഹല്ലേലൂയ തന്റെ ഹല്ലേലൂയ സ്തോത്രം മക്കളാകുന്ന യഹൂദന്മാരെ ഏൽപ്പിക്കും. 7 വർഷത്തേക്ക് ഏൽപ്പിക്കും. ഇതിന്റെ കാരണം ലോക സ്നേഹം അവരിൽ ഉണ്ടായതുകൊണ്ടും ജീവന്റെ ദാതാവിനെ ഉപേക്ഷിച്ചതുകൊണ്ടും ഈ ലോകത്തിന്റെ സ്ഥാനമാനങ്ങൾ കൊതിച്ചതുകൊണ്ടും, അങ്ങനെയെങ്കിൽ അവർ അങ്ങനെ പോയാലുള്ള ദോഷം എന്താണ് എന്ന് അവർ അനുഭവത്തിൽ കൂടെ മനസ്സിലാകേണ്ടതിന് കർത്താവെ വിട്ടുകൊടുക്കും. കൂടെ ഉപദേശം ലഭിച്ചിട്ടും കൂടെ പ്രവാചകന്മാരിൽ കൂടെ ഉപദേഷ്ടാക്കന്മാരിൽ കൂടെ അരുളപ്പാടുകൾ ലഭിച്ചിട്ടും അവയൊക്കെയും ചപ്പുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഹല്ലേലൂയ പാപത്തിൽ ജീവിക്കുന്ന ജനത്തെ അവരുടെ ഇഷ്ടത്തിന് അങ്ങനെ വിട്ടുകൊടുക്കുന്നതായ കർത്താവിന്റെ പ്രവർത്തനമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഐ എം സോറി. ഇവിടെ ഹല്ലേലൂയ സ്തോത്രം നാം ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവത്തിന്റെ വഴി വിട്ട് നാം ബോധിച്ച വഴിയിൽ പോകുകയാകുന്നു എങ്കിൽ ആ ബോധിച്ച വഴിയിൽ പോകുവാൻ ദൈവത്തിന് നമ്മെപ്പറ്റി ഇഷ്ടമില്ല എങ്കിൽ തന്നെയും നമ്മുടെ ഇഷ്ടം അതാകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ഒരുപക്ഷെ ദൈവം അങ്ങനെ വിട്ടിട്ട് അത് മുഖാന്തരം ഉണ്ടാകുന്ന കഷ്ടത, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിക്കുവാൻ കർത്താവ് അനുവദിച്ചു കൊടുക്കും. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം ജീവനുള്ള ദൈവത്തിങ്കലേക്ക് അവരുടെ കഷ്ടകാലത്ത് മടങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായി തീരും. ചില കാര്യങ്ങൾ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഞാൻ ഇവിടെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എഴുതിയെടുക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. യേശുക്രിസ്തുവിനെ പറ്റിയുള്ളതായ പല പേരുകൾ ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ റെഫറൻസ് ഉൾപ്പെടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. 1, ബാബേൽ രാജാവ്, യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. 2, ലൂസിഫർ, യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. ലൂസിഫറിന്റെ മറ്റൊരു പേരാണ് അരുണോദയ പുത്രനായ ശുക്രൻ എന്ന്. ഹല്ലേലൂയ. അത് മലയാള ഭാഷാന്തരത്തിലാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്.
ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, ദാനിയേൽ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. ഇവിടെ എതിർക്രിസ്തുവിനെ പറ്റി വിളിച്ചിരിക്കുന്ന പേര് ചെറിയ കൊമ്പ് എന്നാണ്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ അത്യുന്നതന് വിരോധമായി വമ്പു പറയുന്നവൻ എന്നാണ് എതിർക്രിസ്തുവിനെ വിളിച്ചിരിക്കുന്നത്. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ ഹല്ലേലൂയ ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്ന ദുഷ്ടരാജാവ് എന്നാണ് പറഞ്ഞിരിക്കുന്ന. ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്ന ദുഷ്ടരാജാവ് എന്ന് ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 36-ാം വാക്യത്തിലാണ് പറയുന്നത്. ഉഗ്രഭാവവും ഉപായ ബുദ്ധിയുമുള്ള രാജാവേ, ദാനിയേൽ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. വരുവാനിരിക്കുന്ന പ്രഭു, ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം. ദുഷ്ടൻ, ഇശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. സ്വന്തം നാമത്തിൽ വരുന്നവൻ, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 43-ാം വാക്യം. നാശയോഗ്യനും അധർമ്മമൂർത്തിയും, 2 തെസ്സലോനിക്കർ 2:3. ദൈവം എന്ന് നടിക്കുന്നവൻ, 2 തെസ്സലോനിക്കർ 2:4. തന്നെത്താൻ ഉയർത്തുന്നവൻ, 2 തെസ്സലോനിക്കർ 2:4. എതിർ ക്രിസ്തു, 1 യോഹന്നാൻ 2:18. ദൂഷണനാമമുള്ളവൻ, വെളിപ്പാട് പുസ്തകം 13:1. മൃഗം, വെളിപ്പാട് പുസ്തകം 13:1. ഹല്ലേലൂയ. തുമ്പുകെട്ട ഇടയൻ, ഹല്ലേലൂയ സ്തോത്രം. നാം ഇപ്പോൾ ചിന്തിച്ചതായ സെക്കറിയ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം, അതുപോലെ തന്നെ 15-ാം വാക്യം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇങ്ങനെ എതിർക്രിസ്തുവിനെ പറ്റി വിവിധമായ പേരുകൾ ദൈവവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഇനിയും എതിർക്രിസ്തുവും യേശു ക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഇവിടെ പറയുവാൻ സാധിക്കുന്നു. അതും റഫറൻസ് ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ എഴുതിയിടാം. ഹല്ലേലൂയ സ്തോത്രം. സാത്താൻ താനും വെളിച്ച ദൂതന്റെ വേഷം ധരിച്ചു വരുന്നു എന്ന് തിരുവചനത്തിൽ കാണുന്നു. അതുകൊണ്ട് സാത്താനെ വെളിച്ച ദൂതൻ എന്ന് വിളിക്കുന്നവരുണ്ട്. വെളിച്ച ദൂതൻ സാത്താനല്ല, വെളിച്ച ദൂതൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. വെളിച്ച ദൂതന്റെ വേഷം എടുത്തുകൊണ്ട്, അഥവാ യേശു ക്രിസ്തുവിനെ പോലെ നടിച്ചുകൊണ്ട്, ദൈവമെന്ന് നടിച്ചുകൊണ്ട് വരുന്നവനാണ് സാത്താൻ. നാം മനസ്സിലാക്കിയിരിക്കണം. ഹല്ലേലൂയ. സാത്താനെ ഒരിക്കലും വെളിച്ചദൂതൻ എന്ന് പറയരുത്. വെളിച്ചദൂതൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ വെളിച്ചദൂതന്റെ വേഷമെടുത്ത് ഹല്ലേലൂയ അഭിനയിച്ചു കൊണ്ടുവരുന്നവൻ, യഥാർത്ഥമായിട്ടല്ലാത്തവനാണ് സാത്താൻ, എതിർ ക്രിസ്തു എന്നുള്ളത് നാം ഓർത്തിരിക്കണം. ഇനിയും വ്യത്യാസം ഞാനിവിടെ പറയുവാൻ പോകുകയാണ്. 1, യേശു ക്രിസ്തു ഉയരത്തിൽ നിന്ന് ഉള്ളവൻ, യോഹന്നാൻ 6:38. എതിർ ക്രിസ്തു ആഴത്തിൽ നിന്നുള്ള മൃഗം, വെളിപ്പാട് പുസ്തകം 11:7. യേശു ക്രിസ്തു പിതാവാം ദൈവനാമത്തിൽ വന്നവൻ, യോഹന്നാൻ 5:43. എതിർ ക്രിസ്തു സ്വന്തം നാമത്തിൽ വന്നവൻ, യോഹന്നാൻ 5:43. യേശു ക്രിസ്തു തന്നെത്താൻ താഴ്ത്തിയവൻ, ഫിലിപ്പിയർ 2:8. എതിർ ക്രിസ്തു തന്നെത്താൻ ഉയർത്തിയവൻ, 2 തെസ്സലോനിക്കർ 2:4. യേശു ക്രിസ്തു ലോകത്താൽ താൽക്കാലികമായി നിന്ദിക്കപ്പെട്ടവൻ, ഇശയ്യാ പ്രവചനം 53:3. എതിർ ക്രിസ്തു ലോകത്താൽ താൽക്കാലികമായി ബഹുമാനിക്കപ്പെടുവാൻ പോകുന്നവൻ, വെളിപ്പാട് 13:3. യേശു ക്രിസ്തു സകല നാമത്തിലും മേലായ നാമം ലഭിച്ചവൻ, ഫിലിപ്പിയർ 2:9. എതിർ ക്രിസ്തു നിത്യ നരകത്തിലേക്ക് തള്ളപ്പെടുന്നവൻ, വെളിപ്പാട് 19:20. യേശു ക്രിസ്തു പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ, യോഹന്നാൻ 6:38. എതിർ ക്രിസ്തു സ്വന്തം ഇഷ്ടം ചെയ്യുന്നവൻ, ദാനിയേൽ 11:36. യേശു ക്രിസ്തു നല്ല ഇടയൻ, യോഹന്നാൻ 10:4 മുതൽ 15 വരെ. എതിർ ക്രിസ്തു ദുഷ്ട ഇടയൻ, സെക്കറിയാവ് നാം ചിന്തിച്ചതായ 11-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ.
യേശു ക്രിസ്തു നല്ല മുന്തിരി വള്ളി. യോഹന്നാൻ 15:1. എതിർ ക്രിസ്തു കാട്ടുമുന്തിരി വള്ളി. വെളിപ്പാട് 14:18. യേശു ക്രിസ്തു സത്യമാകുന്നു. യോഹന്നാൻ 14:6. എതിർ ക്രിസ്തു കള്ളനാകുന്നു. 2 തെസ്സലോനിക്കർ 2:11. യേശു ക്രിസ്തു ദൈവത്തിന്റെ പരിശുദ്ധൻ. മർക്കോസ് 1:24. എതിർ ക്രിസ്തു അധർമ്മമൂർത്തി. 2 തെസ്സലോനിക്കർ 2:8. യേശു ക്രിസ്തു വ്യസനപാത്രം. യെശയ്യാവ് 53:3. എതിർ ക്രിസ്തു ആഡംബര പ്രഭു. യെശയ്യാവ് 14:10. യേശു ക്രിസ്തു ദൈവപുത്രൻ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം. എതിർ ക്രിസ്തു നാശപുത്രൻ. 2 തെസ്സലോനിക്കർ 2:3. യേശു ക്രിസ്തു ദൈവം ജഡത്തിൽ പ്രത്യക്ഷപ്പെട്ടവൻ. 1 തിമോത്തിയോസ് 3:16. എബ്രായർ 1:3. കൊലോസ്യർ 2:9. എതിർ ക്രിസ്തു സാത്താൻ ജഡത്തിൽ വസിക്കുന്നവൻ. 2 തെസ്സലോനിക്കർ 2:7. വെളിപ്പാട് 13:2. യേശു ക്രിസ്തു കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ വന്നവൻ. ലൂക്കോസ് 19:10. എതിർ ക്രിസ്തു കാണാതെ പോയതിനെ നശിപ്പിക്കുന്നവൻ, തിന്നുകയും കൊല്ലുകയും മുടിക്കുകയും ചെയ്യുന്നവൻ. ദാനിയേൽ പ്രവചനം 8:24. യോഹന്നാൻ 10:10. സെക്കറിയ പ്രവചനം 11:15 മുതൽ 17 വരെ. ഇങ്ങനെ യേശു ക്രിസ്തുവും എതിർ ക്രിസ്തുവും തമ്മിൽ വളരെ ആന്തരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, സ്തോത്രം. എതിർ ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെ, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ ഓർപ്പിച്ചുവല്ലോ. പഴയ നിയമ പ്രവാചകന്മാർ, അപ്പോസ്തലന്മാർ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആദ്യ കാലത്ത് ജീവിച്ചവർ മുതൽ പറയുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. മോശയുടെ പഞ്ചകങ്ങളിൽ എതിർ ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യാക്കോബെ തന്റെ മക്കളെ അനുഗ്രഹിച്ചതായ സന്ദർഭത്തിൽ, ദാനിനെ അനുഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ, ദാനിൽ നിന്നും എതിർ ക്രിസ്തു വരുവാൻ പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് വെളിപ്പെടുത്തി താൻ ദാനിയേലിനെ, ദാൻ ഗോത്രത്തെ പറ്റി പറയുന്നത്, പ്രവചിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ പഴയ നിയമ ഭക്ത ശിരോമണികൾ, പിതാക്കന്മാർ മൂലം തുടങ്ങി, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, അപ്പോസ്തലന്മാർ, ഹല്ലേലൂയ, ഇവർക്കെല്ലാവർക്കും തന്നെ എതിർ ക്രിസ്തുവിനെ പറ്റിയുള്ള അറിവ് ലഭിച്ചിരുന്നു. അത് അവർ ദൈവസഭയ്ക്ക് നമുക്ക് നൽകിയിരുന്നു. ഇതിൽ മുഖാന്തരം നാം ഗുണപാഠങ്ങൾ പഠിക്കുകയും മറ്റുള്ളവരെ ആരാണ് എതിർ ക്രിസ്തു എന്ന് പഠിപ്പിച്ചിട്ട് അവന്റെ ദുഷ്ട പ്രവർത്തനങ്ങളിൽ നിന്നും ചതി മോഹങ്ങളിൽ നിന്നും വിടുവിച്ച് ജീവനുള്ള ദൈവത്തെ സേവിച്ച് നിത്യജീവൻ അവകാശികളാക്കി തീർക്കുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവാചകൻ പറയുന്നു, നാം ചിന്തിച്ചല്ലോ, ഇവൻ ദുഷ്ടനാണ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 11:4, 14:4 മുതൽ 17 വരെ. ഹല്ലേലൂയ, സ്തോത്രം. ഇവൻ ദൈവത്തോടെ മത്സരിക്കുന്നവനും സ്ഥാനമോഹിയും ഉത്തരഗിരിയിൽ വസിപ്പാൻ കൊതിക്കുന്നവനും, ഹല്ലേലൂയ, സകലത്തെയും അടക്കി ഭരിക്കുവാൻ ആഗ്രഹിക്കുന്നവനും ഈ ലോകത്തിൽ സകല ദുഷ്ടതയും പ്രവർത്തിക്കുന്നവനാണ് എന്ന് യെശയ്യാവേ പറയുന്നു. ദാനിയേൽ പ്രവാചകൻ ഇവനെ പറ്റി പറയുന്നത്, ഇവൻ തിന്നുകയും തകർക്കുകയും ചെയ്യുന്നവനും മനുഷ്യ കണ്ണോടുകൂടി വമ്പ് പറയുന്നവനുമാണ്. അത്യുന്നതന് വിരോധമായി വമ്പ് പറയുകയും വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുവാൻ ശ്രമിക്കുന്നവനുമാണ്. കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുന്നവനാണ്. ആകാശത്തിലെ ചില നക്ഷത്രങ്ങളെ പോലും തള്ളിയിടുവാൻ ദുഷ്ടശക്തി ഇവനിലുണ്ട്. നിരന്തര ഹോമയാകും അഥവാ ആരാധന ഇവൻ നിർത്തൽ ചെയ്യുന്നവനാണ്. സാത്താന്യ അഭിഷേകത്താൽ അത്ഭുതം ജനിപ്പിക്കുമാറ് നാശം പ്രവർത്തിക്കുവാൻ കൊതിക്കുന്നവനാണ്. ഉപായത്താലാണ് ഇവൻ രാജ്യത്വം കൈവശമാക്കുന്നവരും എല്ലാവരെയും വഞ്ചിച്ച് അവരുടെ സമാധാനം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അവരുമായി ഉടമ്പടി ചെയ്യുന്നവനുമാണ്. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 37-ാം വാക്യത്തിൽ സ്ത്രീകളുടെ ഇഷ്ടദേവൻ, ദ ഡിസയർ ഓഫ് ദ വുമൺ
എന്ന് പറഞ്ഞിരിക്കുന്നത് ചില വേദവിദ്യാർത്ഥികളുടെ അഭിപ്രായം വരുവാനുള്ള എതിർ ക്രിസ്തു മേ ബി എ ഹോമോസെക്ഷൽ ആയിരിക്കും എന്നാണ്. ഹല്ലേലൂയ സ്തോത്രം. വിശുദ്ധ പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കുക, ഇവൻ നാശയോഗ്യനും അധർമ്മമൂർത്തിയും ഹല്ലേലൂയ ദൈവമെന്ന് നടിക്കുന്നവനും സകലത്തിനും മീതെ ഇരിക്കുവാൻ ശ്രമിക്കുന്ന എതിരാളിയുമാണ്. എതിർ ക്രിസ്തു സാത്താന്റെ വ്യാപാര ശക്തിയാൽ വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും കൂടി അത്ഭുതങ്ങളും അനീതിയുള്ള സകല വഞ്ചനകളും കാണിക്കുന്നവനായിരിക്കും. 2 തെസ്സലോനിക്കർ 2:3 മുതൽ 10 വരെ. ഇതിനു മുമ്പ് ദാനിയേൽ പ്രവാചകനെ പറഞ്ഞത്, ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിന്റെ നിന്നാണ് ഞാൻ പറഞ്ഞത്. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് ഇവൻ എതിർ ക്രിസ്തുവാകുന്നു. ക്രിസ്തുവിലുള്ള എല്ലാ നന്മകൾക്കും എതിരാണ് ഈ വ്യക്തി. ഇവൻ തിന്മയുടെ ഉറവിടമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇവൻ പിതാവാം ദൈവത്തെയും പുത്രനാം ദൈവത്തെയും എതിർക്കുന്നവനാണ്. യേശുക്രിസ്തുവിന്റെ രക്ഷിതാവായി യേശുക്രിസ്തുവിനെ ജനം രക്ഷിതാവായി സ്വീകരിക്കാതിരിക്കത്തക്കവണ്ണം അവരുടെ ഹൃദയത്തെ കഠിനമാക്കുന്നവനാണ്. 1 യോഹന്നാൻ 4:3. യോഹന്നാൻ അപ്പോസ്തലൻ ഇവനെ കുറിച്ച് ആത്മവിവശതയിൽ ദർശിച്ച കാര്യം വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം, 17-ാം അധ്യായം, 18-ാം അധ്യായം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറയുന്നത് ശ്രദ്ധിക്കുക, ഇവൻ സ്വന്തം നാമത്തിൽ വരുന്നവനാണ്, അറുക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കുവാനും മോഷ്ടിക്കുവാനും ചെയ്യുന്നവനാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 43-ാം വാക്യം, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. ഇത് ക്രിസ്തുവിനെ പറ്റി ഒറ്റ നോട്ടത്തിൽ നാം ചിന്തിക്കുകയാകുന്നു എങ്കിൽ ഹല്ലേലൂയ, ഇവൻ സമാധാന പ്രിയൻ എന്ന രൂപേണ മറ്റുള്ളവരുമായി സഖ്യത ചെയ്യുവാൻ തക്ക നൈപുണ്യമുള്ളവനും സാത്താന്യ ശക്തിയാൽ അത്ഭുതങ്ങൾ ചെയ്യുന്നവനുമാണ്. ഹല്ലേലൂയ സ്തോത്രം. ബുദ്ധിമാന്മാരായ യഹൂദന്മാർ കൊണ്ടുപോലും ഉടമ്പടി ചെയ്യിക്കുവാൻ തക്കവണ്ണം നയതന്ത്രജ്ഞനും പരദൂഷകനുമാണ്. ലോകത്തെ മുഴുവനും തന്റെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവന്റെ വ്യാമോഹം. ഹല്ലേലൂയ. വാങ്ങുവാനും വിൽക്കുവാനും ഇവൻ അധികാരം കൊടുക്കാതെ സാധിക്കത്തില്ല. അതുകൊണ്ട് 666 എന്ന സാത്താന്യ നമ്പർ ഹല്ലേലൂയ അന്ന് കർശനമായി എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്തെ ഈ ലോകത്തിൽ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഇങ്ങനെ നിരവധിയായ എല്ലാ മ്ലേച്ഛതയും ഉറവിടമാണ്. നാം ചിന്തിക്കുന്നതായ ഈ വേദഭാഗത്തെ ഹല്ലേലൂയ ഇവനെ തുമ്പുകെട്ട ഇടയൻ എന്ന് പറയുന്നു. 7 വർഷമാണ് എതിർ ക്രിസ്തു ഈ ഭൂമിയിൽ ഭരിക്കുവാൻ പോകുന്നത്. സഭ എടുത്താൽ ഉടൻ തന്നെ എതിർ ക്രിസ്തുവിന്റെ ഭരണമായിരിക്കും. അവസാനത്തെ 3.5 വർഷം വളരെ കഷ്ടതയേറിയ ഭരണമായിരിക്കും. ഈ ഭരണകാലത്തെയാണ് യിരെമ്യാ പ്രവാചകൻ യാക്കോബിന്റെ കഷ്ടകാലമെന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മത്തായി സുവിശേഷത്തിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ലാത്ത മഹാകഷ്ടതയെന്നും പറയുന്നത്. എതിർ ക്രിസ്തുവിന്റെ അവസാനത്തെ 3.5 വർഷത്തെ ഭരണകാലമാണ്. ഇവന്റെ അവസാനം വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങളിൽ കാണുന്നുണ്ട്. ഇവനെയും കള്ളപ്രവാചകനെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മഹത്വത്തിൽ പ്രത്യക്ഷനാകുമ്പോൾ ജീവനോടെ പിടിച്ച് തീപ്പൊയ്കയിൽ അഥവാ നിത്യ നരകത്തിൽ ജീവനോടെ തള്ളിക്കളയും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതാണ് എതിർ ക്രിസ്തുവിന്റെ അന്തം. ഹല്ലേലൂയ സ്തോത്രം. ദൈവജനമേ, ഈ ലോകം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു യൂണിവേഴ്സൽ ആഗോള വ്യാപകമായ ഒരു നേതാവിനെ കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ചിന്ത സർവ്വലോക നേതാക്കന്മാർക്കും ആയിരിക്കുകയാണ്. ഈ ലോകത്തിലുള്ള നാമധേയ മതങ്ങളെല്ലാം എതിർ ക്രിസ്തുവിനെ അംഗീകരിക്കും. എന്നാൽ ദൈവമക്കളാകുന്ന നാം ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. എതിർ ക്രിസ്തുവിനെ അംഗീകരിക്കുകയോ 666 നമ്പർ ഏൽക്കുകയോ ചെയ്യുന്ന വ്യക്തികളെല്ലാം നിത്യ നരകത്തിലേക്ക് തകർന്ന് വീണുപോകും. നിത്യമായ ദണ്ഡനം ആ തീപ്പൊയ്കയിൽ അനുഭവിക്കേണ്ടി വരും. എന്നാൽ കർത്താവ് ഈ കൃപാ കാലയളവിൽ നമുക്ക് ഹല്ലേലൂയ സ്തോത്രം യേശുക്രിസ്തുവിൽ കൂടെ ഒരു വലിയ രക്ഷ തന്നിരിക്കുകയാണ്. നാം കർത്താവിനെ പോലെ വിശുദ്ധ ജീവിതം ചെയ്തുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കി ജീവിക്കുന്നു എങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ഈ എതിർ ക്രിസ്തുവിൻ്റെതായ ഭരണത്തിൽ തകർന്നു പോകാതെ ഹല്ലേലൂയ നാം ദണ്ഡിപ്പിക്കപ്പെടാതെ തന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിനെ ഏൽപ്പിച്ചു കൊടുക്കാത്ത
നല്ല ദൈവം ദൈവസഭയെ യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിന് മുമ്പായിട്ട് തന്നെ സ്വർഗാദി സ്വർഗങ്ങളിലേക്ക് എടുക്കപ്പെടും. ആ ഉന്നത വിളിക്ക് യോഗ്യന്മാരായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ പരദേശ പ്രയാണം വിശുദ്ധവും നിർമ്മലവും ആയിരിക്കണമെന്ന് ഞാൻ ക്രിസ്തുയേശുവിൽ ഇന്ന് രാത്രി നിങ്ങളോട് പ്രബോധിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. യഹൂദന്മാർ പാപത്തിൽ അകപ്പെട്ട് ജീവിക്കുന്ന ഒരു കാലം. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ജീവനുള്ള ദൈവത്തെ അവർ അന്വേഷിക്കുന്നില്ല. ഹല്ലേലൂയ, യഹോവയായ ദൈവം വലിയ വലിയ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്തു. ഇനി യെഹെസ്കേൽ പ്രവചനം 38, 39 അധ്യായങ്ങളിൽ കാണുവാൻ പോകുന്ന യുദ്ധത്തിൽ ദൈവം അവരെ അത്ഭുതകരമായി രക്ഷിക്കും. ഈ ലോകത്തിലെ സകല ശക്തികളും തകർന്നു പോകുമ്പോൾ ശേഷമുള്ള ശക്തിയെ ഇവിടെ നേതാവായിട്ടായിരിക്കും എതിർ ക്രിസ്തു വരുന്നത്. അപ്പോൾ യഹൂദന്മാർ ഒരു കാര്യം ചിന്തിക്കും, ഹല്ലേലൂയ, സ്തോത്രം, ഇനിയും ഈവനുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുകയാകുന്നു എങ്കിൽ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിരിക്കത്തില്ല, സമാധാനമായി ഞങ്ങൾക്ക് പോകാം എന്നുള്ളത് ചിന്തയിൽ യഹൂദന്മാർ ഈ എതിർ ക്രിസ്തുവുമായി ഉടമ്പടി ചെയ്യും. ആ എതിർ ക്രിസ്തുവിൽ സാത്താൻ വന്ന് പൂർണ്ണമായി വാഴുകയും ആ സാത്താന്യമായ ശക്തിയാൽ എതിർ ക്രിസ്തു വലിയ ദുഷ്ടത പ്രവർത്തിക്കുകയും രക്തച്ചൊരിച്ചിൽ ചെയ്യുകയും ചെയ്യും. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതൽ 19-ാം അധ്യായം വരെ കാണുന്നതായ ബാധകൾ, ന്യായവിധികൾ, ഇവയൊക്കെയും സ്വർഗത്തിൽ നിന്ന് എതിർ ക്രിസ്തുവിന്റെ കാലത്ത് ഉണ്ടാകും. ഹല്ലേലൂയ, സ്തോത്രം. ഇവയൊക്കെയും പിടിച്ചു നിൽക്കുന്ന ചുരുക്കം ചില ആൾക്കാർ കാണും. ലക്ഷോപലക്ഷം ആൾക്കാർ എതിർ ക്രിസ്തുവിന് കീഴ്വഴങ്ങാതെ ഹല്ലേലൂയ രക്തസാക്ഷികളായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. എന്നാൽ എതിർ ക്രിസ്തു ഭരിക്കുന്നതിന് മുമ്പ് തന്റെ മണവാട്ടിയാം സഭയെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമെന്ന് വളരെ വ്യക്തമായി വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ ദൈവവചനത്തിൽ തെസ്സലോനിക്ക ലേഖനത്തിൽ ഒക്കെയും നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കും. ആ ഉന്നത പദവിയിലേക്ക് വിളിച്ചിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പ്രവാസ ജീവിതം വിശുദ്ധിയോടുകൂടെ ആയിരിക്കാൻ കർത്താവെ സഹായിക്കട്ടെ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. എതിർ ക്രിസ്തുവിന്റെ ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ആ ലോക നേതാവുമായി അവർ ബന്ധപ്പെടുകയും അവസാനം ഈ ലോക നേതാവിൽ ഹല്ലേലൂയ സാത്താൻ വന്ന് പൂർണ്ണമായി വസിക്കുകയും സാത്താന്റെ പൂർണ്ണമായ വാസത്താൽ ഹല്ലേലൂയ, സ്തോത്രം, എതിർ ക്രിസ്തു സാത്താന്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യും. ഹല്ലേലൂയ, എതിർ ക്രിസ്തുവിനെ സഹായിക്കുവാൻ അഗാധത്തു നിന്ന് കയറി വരുന്ന ഹല്ലേലൂയ ഫോഷ്കിന്റെ ആത്മാവാകുന്ന കള്ളപ്രവാചകനും ഉണ്ടായിരിക്കുമെന്ന് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി ഹല്ലേലൂയ, സ്തോത്രം, വിശുദ്ധിയോടെ ഭക്തിയോടെ കർത്താവ് ഹല്ലേലൂയ ഈ ഭൂമിയിൽ തന്റെ സഭയെ ചേർക്കുവാൻ വരുമ്പോൾ ഞാനും കാണും എന്നുള്ളതായ ഉറപ്പുള്ള വിശ്വാസത്തോടുകൂടെ ഭക്തിയോടുകൂടെ ജീവിക്കുന്ന ഒരു ഭക്തനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്ത്യാനി എന്നു പേരുള്ള എല്ലാവരും സ്വർഗത്തിൽ പോകുകയില്ല. മദ്യപാനികൾ സ്വർഗരാജ്യത്തെ അവകാശമാക്കുകയില്ല. അത് ക്രിസ്ത്യാനിയാണെങ്കിലും ആരാണെങ്കിലും ഹല്ലേലൂയ, സ്തോത്രം, നീ മദ്യത്തിന് അടിമയാകുന്നുവെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, ഇന്ന് രാത്രി ഹല്ലേലൂയ നീ രക്ഷിക്കപ്പെടുക. ഹല്ലേലൂയ, പാപത്തിന് അടിമയാകുന്നുവെങ്കിൽ ഇന്ന് രാത്രി പാപത്തെ വിട്ടൊഴിയുക. നമ്മുടെ രഹസ്യവും പരസ്യവുമായ പാപങ്ങളെ കർത്താവ് ഒരു കണ്ണാടിയിൽ എന്ന പോലെ നമ്മുടെ മുമ്പിൽ എഴുതി വെക്കുന്ന ഒരു കാലമുണ്ട്. അന്ന് നാം ത്യജിക്കപ്പെട്ട് തള്ളപ്പെട്ട് നിന്ദിക്കപ്പെട്ട് നിന്ദ്യ നരകത്തിലേക്ക് വീഴാതെ ഇന്ന് കർത്താവ് തന്നിരിക്കുന്ന ഈ കൃപാ കാലയളവിൽ ഭക്തിയോടും വിശുദ്ധിയോടും നിർമ്മലതയോടും കൂടെ മുമ്പോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇതാണ് വരുവാനുള്ള എതിർ ക്രിസ്തുവിന്റെ കാലം എന്ന് പറയുന്നത്. എതിർ ക്രിസ്തുവിന് വേണ്ടി ലോകം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇത് വിളിച്ചറിയിക്കുന്നത്? യെഹെസ്കേൽ പ്രവചനം 38, 39 അധ്യായത്തിലെ യുദ്ധത്തിനു വേണ്ടിയുള്ള ഒരു ഒരുക്കം യഥാർത്ഥമായി ദൈവവചനം പഠിക്കുന്ന ഒരു ദൈവ പൈതലിന് കാണുവാൻ സാധിക്കും. എന്താണ് ഇതിന്റെ അർത്ഥം? നമ്മുടെ കർത്താവ് തന്റെ സഭയെ ചേർക്കുവാൻ വരാറായി. ഹല്ലേലൂയ, നമ്മുടെ കർത്താവിന്റെ കാഹളം കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ഈ വാക്യങ്ങളെ കൊണ്ട് അന്യോന്യം
വിശ്വസിപ്പിച്ചു കൊള്ളുവിൻ എന്ന് ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക സഭയോടെ പറഞ്ഞിരിക്കുന്നത് പോലെ ഇന്ന് രാത്രിയിൽ ക്രിസ്തുയേശുവിൽ പ്രിയരായ നിങ്ങളെ ഞാൻ പ്രബോധിപ്പിക്കട്ടെ. നമുക്ക് നമ്മുടെ പ്രവാസ ജീവിതം ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ ആയിരിക്കാം. ഇന്ന് രാത്രിയിൽ കാഹളം ധ്വനിച്ചാൽ ഞാനും എടുക്കപ്പെടും എന്നുള്ളതായ ഉറപ്പ് നമുക്ക് ഉണ്ടായിരിക്കട്ടെ. മനുഷ്യപ്പൊടികളായ നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകളും കുറ്റങ്ങളും ഇന്ന് രാത്രി കുഞ്ഞാടിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് വിശുദ്ധിയോടുകൂടെ കർത്താവിന്റെ പാദപീഠത്തിൽ കിടന്ന് വിശ്രമിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ഈ ലോകത്തെ ഭരിക്കുന്നതായ സാത്താന്യ ശക്തികളെ ഹല്ലേലൂയ കർത്താവ് ബന്ധിച്ച് അഗാധ കൂപത്തിൽ ഇടുകയും പഴയ പാമ്പായ സാത്താനെ ഹല്ലേലൂയ അങ്ങനെ 1000 ആണ്ട് ചങ്ങലയിട്ട് ബന്ധിക്കുകയും കള്ളപ്രവാചകനെയും എതിർക്രിസ്തുവിനെയും ജീവനോട് തീപ്പൊയ്കയിൽ തള്ളിക്കളയുകയും ചെയ്തിട്ട് നമ്മുടെ കർത്താവ് ഈ ഭൂമിയെ 1000 ആണ്ട് വാഴും. അന്ന് ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ അവനോടുകൂടെ രാജാക്കന്മാരായും പ്രഭുക്കന്മാരായും നമ്മുടെ കർത്താവിനോട് കൂടെ വാഴും. ഇതിൽ വലിയ ഒരു പദവി നമുക്കുണ്ടോ? മന്മയമായ ഈ ലോകത്തിൽ ഹല്ലേലൂയ അല്പ ആയുസ് മാത്രമേ നമുക്കുള്ളൂ. ഏറെയായാൽ 80. ഈ ആയുസിൽ ഹല്ലേലൂയ സ്തോത്രം വെള്ളത്തിന്റെ കുമിള പോലെ മാത്രം കാണുന്ന ചില ആഡംബരങ്ങൾക്ക് വേണ്ടി പാപം ചെയ്യുകയാകുന്നുവെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ചില താൽക്കാലിക ഭോഗങ്ങൾക്ക് വേണ്ടി നാം പാപം ചെയ്യുന്നു എങ്കിൽ ഹല്ലേലൂയ നമ്മുടെ നിത്യജീവൻ നഷ്ടപ്പെടരുതേ. ഹല്ലേലൂയ സ്തോത്രം നാം ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുക. നമ്മുടെ കുറവുകളെയും കുറ്റങ്ങളെയും ഇന്ന് രാത്രിയിൽ ഏറ്റുപറയുക. കർത്താവിനോട് അടുത്തു ജീവിപ്പാനും കാഹളം ധ്വനിക്കുമ്പോൾ കർത്താവിനോട് എടുത്തുകൊള്ളപ്പെടുവാനും ഞാനും ആഗ്രഹിക്കുന്നുവെന്ന് ഇന്ന് രാത്രിയിൽ ആര് പറയും? സമർപ്പണത്തിനായുള്ള സമയമാണ്. കർത്താവ് നിങ്ങളെ ധന്യമായി സഹായിക്കട്ടെ. കാഹളം ധ്വനിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ എടുത്തുകൊള്ളപ്പെടുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. അതിനായി എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് നമുക്ക് ആത്മാർത്ഥമായി പറയാം. കർത്താവിന്റെ കൃപ നമ്മളോടുകൂടെ ഇരിക്കട്ടെ. അടുത്ത ചൊവ്വായും ബുധനും ഹല്ലേലൂയ സ്തോത്രം 12-ാം അധ്യായം നാം പഠിക്കുന്നതായിരിക്കും. എല്ലാവരും വായിച്ചു വരണം. കർത്താവിന്റെ കൃപ നമ്മോടുകൂടെ ഇരിക്കട്ടെ. താങ്ക് യു ഓൾ. സമർപ്പണത്തിനുള്ള സമയമാണ്. ആരെങ്കിലും സമർപ്പിക്കുന്നുവെങ്കിൽ സമർപ്പിച്ചാട്ടെ. കർത്താവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. പ്രിയ പാസ്റ്റർ, ഇന്ന് രാത്രികാലം കേട്ട വചനത്തിനു മുമ്പ് ഞാൻ എന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. വിശുദ്ധിയെ തികച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ദൈവകരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. Praise the Lord. God bless you. കർത്താവിന്റെ തിരുവചനത്തിന്റെ മുൻപാകെ എന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവിന്റെ വരവിന് വേണ്ടി കാഹളം ധ്വനിക്കുമ്പോൾ എനിക്ക് കടന്നു പോകാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുന്നതിന് വേണ്ടി എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. Praise the Lord. God bless you. കേൾപ്പിച്ച വചനത്തിന് മുൻപാകെ എന്നെയും എന്റെ കുടുംബത്തെയും സമർപ്പിക്കുന്നു. കർത്താവിന്റെ കാഹളധ്വനിയിൽ എടുക്കപ്പെടുവാൻ ഉള്ള വിശുദ്ധി പ്രാപിച്ചുകൊണ്ട് ജീവിപ്പാൻ എന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ദൈവദാസൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. Praise the Lord. Hallelujah. ദൈവത്തിന് സ്തോത്രം. ഞാൻ ദേവദാസൻ പറഞ്ഞ ദൈവവചനത്തിന് മുൻപാകെ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഒരു വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ എനിക്ക് വേണ്ടി ദേവദാസൻ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. Praise the Lord. ഹല്ലേലൂയ. അടിയനുകളുമായ ദിവസത്തിൽ ഏൽപ്പിക്കുന്ന വിശുദ്ധ ജീവിതം ചെയ്ത് കർത്താവിന്റെ വരവിലേക്ക് കാണപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യുന്നതിന് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് കർത്താവിന്റെ ദാസനോട് അപേക്ഷിക്കുന്നു. സ്തോത്രം. Praise the Lord. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിൽ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ അരുളപ്പാടുകൾക്കായി സ്തോത്രം. ലോകം പാപത്തിൽ വീണ് നിത്യനാശത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ പരമയാഗമായി തീർന്ന് അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് സ്വർഗീയമായ പ്രത്യാശ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളുടെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതി ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന എല്ലാ പരിപാലനത്തിനായും അങ്ങയുടെ പൊന്നുനാമത്തെ സ്തുതിക്കുന്നു. ഞങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവേ, അവിടുത്തെ ദിവ്യ ആത്മാവിനാൽ ജീവന്റെ മാർഗത്തിൽ ഞങ്ങളെ നടത്തി വിശുദ്ധിയോട് ഭക്തിയോടുകൂടെ ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ തെരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സന്ദർഭങ്ങളിൽ അവിടുത്തെ വരവ്
വരവിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഞങ്ങളുടെ പ്രവാസ ജീവിതം കഴിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. സമർപ്പിക്കപ്പെട്ട എല്ലാ മക്കൾക്കായും സ്തോത്രം. അവരുടെ ജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കുകയും അവർ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് കർത്താവ് ഉത്തരം നൽകുകയും അവിടുത്തെ സമൃദ്ധി അവരിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മയ്ക്കെതിരായി അനുഗ്രഹത്തിനെതിരായി നിൽക്കുന്ന ദുഷ്ടന്റെ പോരുകളും അതിന്റെ ആഴങ്ങളും ഇന്ന് രാത്രി കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ അഴിഞ്ഞ് മാറുമാറാകട്ടെ. അവിടുത്തെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അവിടുത്തെ മക്കൾക്ക് കർത്താവ് ധൈര്യം നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. വീഴ്ത്തിക്കളയുവാൻ ദുഷ്ടം ശ്രമിക്കുമ്പോൾ കർത്താവിന്റെ ബലമുള്ള ഭുജത്താൽ ഞങ്ങളെ പിടിച്ചുകൊള്ളുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രക്തവളപ്പിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ഇടയനായ കർത്താവേ, അവിടുത്തെ വചനത്തിന്റെ ശ്രേഷ്ഠതയിൽ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഓക്ലഹോമ പ്രെയർ ലൈനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എല്ലാ ദിവസവും നടക്കുന്ന പ്രെയർ കർത്താവ് അനുഗ്രഹിക്കുകയും അതിൽ കൂടെയുള്ള അപേക്ഷകൾ കർത്താവ് കൈക്കൊണ്ട് ഉത്തരം നൽകുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി വചനം കേട്ട മക്കൾക്കായി സ്തോത്രം. സമർപ്പിക്കട്ട മക്കൾക്കായി സ്തോത്രം. അവിടുത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കിക്കാട്ടെ. സുഖമായ നിദ്ര ഞങ്ങൾക്ക് നൽകിക്കാട്ടെ. മഹത്വം അങ്ങേക്ക് തരുന്നു. അവിടുത്തെ നാമം തന്നെ ഇന്ന് രാത്രി മഹിമപ്പെട്ടതിനാൽ സ്തോത്രം. യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോട് നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. രാത്രിയിലും കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. താങ്ക് യു ഓൾ. ഗോഡ് ബ്ലെസ് യു. ഗുഡ് നൈറ്റ്. ഹല്ലേലൂയ. കർത്താവിനെ നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രികാലം കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം ചെയ്യുന്ന വചനത്തിന് മുമ്പിൽ എന്നെയും എന്റെ കുടുംബത്തെയും സമർപ്പിക്കുന്നു. രാത്രികാലം പ്രയർ ലൈനിൽ പങ്കെടുത്ത ബൈബിൾ സ്റ്റഡിയിൽ പങ്കെടുത്ത എല്ലാ ദൈവമക്കളെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങൾ ഒരുമിച്ച് കർത്താവിന് വേണ്ടി വിശുദ്ധിയോടെ ജീവിപ്പാൻ തക്കവണ്ണം നമ്മെ തന്നെ ദൈവസനയിൽ സമർപ്പിക്കാം. പ്രത്യേക നാളെ നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന രാവിലെ 5 മുതൽ 6 വരെ എല്ലാ ദിവസവും നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന വീണ്ടും കടന്നു വന്ന് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം എല്ലാവരെയും ഞാൻ ഉത്സാഹിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നാളെ വൈകിട്ട് നടക്കുന്ന പ്രയർ ലൈൻ 8:30 മുതൽ ഇംഗ്ലീഷ് സെഷനും 9 മണിക്ക് മലയാളം സെഷനും ആരംഭിക്കും. പ്രത്യേകം ടെസ്റ്റ് മണിയും ഭജന ശുശ്രൂഷയും ഉണ്ടായിരിക്കും. ദൈവമക്കൾ എല്ലാവരും പ്രാർത്ഥനയോടെ കടന്നു വരുവാൻ തക്കവണ്ണം അപേക്ഷിക്കുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺ വർഗീസിനോടുള്ള നന്ദി പ്രത്യേകമായി അറിയിക്കുന്നു. കർത്താവിന്റെ ദാസനെ ഓർത്ത് തുറന്നും പ്രാർത്ഥിക്കാം. ഹോസ്പിറ്റലായിരിക്കുന്ന പാസ്റ്റർ തോമസ് സാമുവലിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇന്നലെ പറഞ്ഞതുപോലെ സിസ്റ്റർ സോമോൾ ജേക്കബിന് വേണ്ടി പ്രാർത്ഥിക്കാം. സർജറി കഴിഞ്ഞ് റിക്കവറിയിലായിരിക്കുന്നു. പ്രത്യേക പ്രിയ ദാസിയുടെ കംപ്ലീറ്റ് റിക്കവറിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇന്ന് രാത്രി ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസൻ രാജുപാസ്റ്ററുള്ള പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. ദൈവമായ കർത്താവ് നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗുഡ് നൈറ്റ്. എല്ലാം ദൈവം നന്മയായി ചെയ്തു, എത്രയോ അത്ഭുതമേ. എണ്ണിയാൽ തീരാത്ത നന്മകൾ തന്നത് എത്രയോ ആശ്ചര്യമേ. എല്ലാം ദൈവം നന്മയായി ചെയ്തു, എത്രയോ അത്ഭുതമേ. എണ്ണിയാൽ തീരാത്ത നന്മകൾ തന്നത് എത്രയോ ആശ്ചര്യമേ. കൺകൾ നിറഞ്ഞപ്പോൾ, ഹൃദയം തകർന്നപ്പോൾ കൂട്ടിനായി വന്നേശുവേ. അങ്ങേ മറന്നെങ്ങും പോവില്ല, മാറില്ലെൻ ജീവൻ പോകും വരെ. എല്ലാം ദൈവം നന്മയായി ചെയ്തു, എത്രയോ അത്ഭുതമേ.